ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്? പോസിറ്റീവായിട്ടിരിക്കണേ, പോസിറ്റീവായിട്ടിരിക്കണം. കിട്ടിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫൂൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറയുമ്പം ഇന്ന് ഒരു യാത്ര ഉണ്ടെന്ന് മാത്രമല്ല, വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ പാസ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിച്ചത്, പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മിന്നി നിങ്ങളുടെ മനസ്സിൽ കൂടെ ഇന്ന് ഫുൾ ഡേ എപ്പോഴൊക്കെയോ പഴയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ മങ്ങിയും തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ വീണ്ടും പുനരാലോചിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാത്ത മൂഡ് സ്വിങ്സ് തോന്നാൻ സാധ്യതയുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കരച്ചിൽ വരിക, പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർത്ത് ചിരിക്കുക, സന്തോഷിക്കുക, വീണ്ടും മൂഡ് ഓഫ് ആവുക, അങ്ങനെയുള്ളൊരു മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. അത് പാസ്റ്റിലേക്ക് ഒരു യാത്രയാണ്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ കുറിച്ച് ഓർത്തിട്ട് വേദനിക്കുന്നതാവാം, സന്തോഷിക്കുന്നതാവാം. ചിലപ്പോൾ അവരെ ഓർത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാവാം. ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വന്ന് നമ്മളെ വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ ഒരു അർത്ഥം ഉണ്ടായത്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചത്, നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു ആത്മപരിശോധന നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു പുതിയ യാത്ര തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കുന്നുണ്ടാവും. മേ ബി ടാരോ ആയിരിക്കാം, റേക്കി ആയിരിക്കാം, പ്രാണിക് ഹീലിംഗ് ആയിരിക്കാം, മാനിഫെസ്റ്റേഷൻ കോഴ്സ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നതുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പാസ്റ്റിനെ നിങ്ങൾക്ക് വീണ്ടും ഓർക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാവാം. പാസ്റ്റിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് ഉപകരിക്കാൻ വേണ്ടിയിട്ടാവാം. അപ്പോൾ എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. മേ ബി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതാവാം. അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുന്നതാവാം, ജോലി സെർച്ച് ചെയ്യുന്നതാവാം, നിങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാവാം. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. പാസ്റ്റിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ചില കാര്യങ്ങളെ വീണ്ടും നിങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു, പുനരുപയോഗിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ടാലൻസ് ഒക്കെ നിങ്ങൾ പാസ്റ്റിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊടി തട്ടിയെടുക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഒരു ഫുൾ കാർഡ് മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം മൂഡ് സ്വിങ്സ് നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങളുടെ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി കൊണ്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നൊരു യാത്ര കാണുന്നുണ്ട് കേട്ടോ. യാത്രയുണ്ട്. മിക്കവാറും അതൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാകാം, അല്ലെങ്കിൽ മനസ്സിനൊന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾ കൂട്ടുകാർ കൂടിയോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഒരു ട്രിപ്പ് പോകുന്നതാവാൻ സാധ്യതയുണ്ട്. ദെൻ വേൾഡ് കാർഡാണ്. ഇത് വിദേശത്തേക്കുള്ള യാത്രയുടെ കാർഡാണ്. ശരിക്കും വിദേശത്തേക്ക് പോകുന്നതാവാം, വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നതാവാം. ആരൊക്കെയോ അങ്ങനെ ഒരു എയർ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഭൂമിയെ ചുറ്റി കറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എയർ ട്രാവൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഫുൾ കാർഡ് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ മേജർ അർക്കാന കാർഡിലെ ഫസ്റ്റ് കാർഡ് ഫൂളാണ്, ലാസ്റ്റ് കാർഡ് വേൾഡുമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ സൈക്കിള് ആരംഭിച്ച് അവസാനിച്ച് പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ ഓഫ് ലൈഫ് നിങ്ങളുടെ അവസാനിച്ചിരിക്കുന്നു, ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരിക്കും കേട്ടോ. അത് മേ ബി നിങ്ങളൊരു പാഠം ജീവിതത്തിൽ പഠിച്ചിട്ട് ചില ആളുകളെ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാവാം. ഒരു വലിയ കഷ്ടത നിറഞ്ഞൊരു പ്രവാസ ലോകം അല്ലെങ്കിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നിങ്ങൾ നാട്ടിലേക്ക് വന്നതാവാം. ഒരു ജോബ് നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ജോബ് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരുന്നതാവാം. എന്തോ ഒരു അവസാനം ഇന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കവും കാണുന്നുണ്ട്. അപ്പോൾ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക്, നെക്സ്റ്റ് സൈക്കിളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതുപോലെ ഒരു സൈക്കിൾ നിങ്ങൾ എൻഡ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ കുറേ പേര് സ്പിരിച്വലി ഏതെങ്കിലും ഒരു ഫേസ് അവസാനിപ്പിച്ചിട്ട് നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഈ ഫുൾ കാർഡും വേൾഡ് കാർഡും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതായത് സ്പിരിച്വലി ഹൈ എന്ന് പറഞ്ഞ പോലെ, ഹയർ എന്ന് പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒരു ഹയസ്റ്റ് ലെവലിലേക്കൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വളരെ മേജറായിട്ടുള്ള
പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം ഏജ്ഡ് ആയിട്ടുള്ള സോളായിരിക്കും നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു 35-നും 55-നും ഇടയിൽ പ്രായമുള്ള ആളുകൾ മോസ്റ്റ്ലി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആളുകളെന്ന് പറയുന്നത് നിങ്ങൾ ഈ പ്രായത്തിലൊക്കെ തന്നെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ എത്തി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സോള് ഒത്തിരിയും പ്രായമുള്ള സോളായതുകൊണ്ടാണ്. ഒരുപാട് ജന്മങ്ങളെടുത്ത് വന്നിട്ടുള്ള സോളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രായത്തിലൊക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ പറ്റിയത്, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ജേർണിയിൽ ഒരു സൈക്കിളൊക്കെ പൂർത്തിയാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടവറാണ്. ഇത് വീണ്ടും ഒരു അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, തല കറങ്ങുക, വീഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. വീഴ്ച ഒന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ വീഴുന്നത് കാണുന്നതായിരിക്കാം കേട്ടോ, അങ്ങനെ ആവാം. ഒരു വീഴ്ച കാണുന്നുണ്ട്, ഒരു അട്ടിമറി സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് മറ്റുള്ള ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കാം. നമ്മൾ അറിഞ്ഞിരുന്ന സത്യമൊന്നും സത്യമല്ല എന്നറിയുന്നതായിരിക്കാം. പെട്ടെന്ന് നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം എന്താണോ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. നിന്ന നിപ്പിൽ കാര്യങ്ങൾ കീഴ്മേൽ പറയുന്നതാണ് ഈ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ പെട്ടെന്നൊരു എന്തോ സംഭവം ഉണ്ടാവണമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കോൺഷ്യസ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺഷ്യസ് ആയിരിക്കണം. ഇതിപ്പോൾ വേൾഡ് കാർഡ്, ടവർ, ഫൂള് ഇതെല്ലാം മേജർ ആർക്കാന കാർഡ്സാണ്. അപ്പോൾ ഇത് ശരിക്കും ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു റീഡിങ് പോലെയാണ് വരുന്നത്. ഇത് മേ ബി ഈ ടവർ മൊമെൻറ്റിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു സൈക്കിൾ ഓഫ് ലൈഫ് എൻഡായി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു മേജർ ട്രാൻസിഷൻ ഫേസിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. ആ ട്രാൻസിഷനെ അതിൻ്റെ പീക്കിലെത്തിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഇന്ന് അതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു ടവർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു കോൺഫ്ലിക്റ്റ്, വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീഴ്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മൾ വിചാരിച്ചിരുന്ന സത്യമൊന്നും സത്യമല്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്ന നുണയല്ല, അത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാവുന്നതായിരിക്കും. പെട്ടെന്നൊരു മാറ്റമാണ് ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുന്നവരും ഉയർത്തി ജോലി ചെയ്യുന്നവരും ഒക്കെ സൂക്ഷിക്കണം. ദെൻ 3 of Wands ആണ്. ഇത് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടേ എല്ലാം റെഡിയായിട്ട് നോക്കിയിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുന്നതാവാൻ സാധ്യതയുണ്ട്. പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന ആളുകളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല എന്നറിയുന്നതാവാൻ സാധ്യതയുണ്ട്. 3 of Wandsഉം ടവറുമാണ് അടുത്തടുത്ത് വരുന്നത്. അപ്പോൾ മേ ബി വിദേശത്തേക്കോ, അല്ലെങ്കിൽ വിദേശം മീൻസ് നമ്മളിപ്പോൾ നിൽക്കുന്ന നാട്ടിൽ ജോലി നടത്തുന്ന നമ്മൾ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഇന്ന ദിവസം പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇന്ന് പോകാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. എന്ത് കാര്യമാണോ നിങ്ങൾ മുന്നോട്ട് വെക്കണം എന്നാഗ്രഹിക്കുന്നത്, മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നത്, ആ കാര്യത്തിൽ നിങ്ങൾ വിചാരിച്ച ഒരു ഗ്രോത്ത് ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യത കുറവാണെന്ന് കാണുന്നുണ്ട്. ജസ്റ്റിസ് കണ്ടോ, ഇതെല്ലാം കാർമിക്കിൻ്റെ കാർഡാണ് കേട്ടോ. ജസ്റ്റിസ്, നീതി നടപ്പിലാവുന്നു എന്നാണ്. മേ ബി നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നാവാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നീതി കിട്ടുന്നു എന്നാവാം. ഇതിപ്പോൾ കോടതിയിൽ കേസൊക്കെ ഉള്ള ആളുകൾ നിങ്ങൾക്കാണ് ന്യായമെന്ന പ്രതീക്ഷയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഫലം വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണെന്ന് കാണുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ നേരെ വിപരീതം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. കിട്ടിയാൽ ഊട്ടിയില്ലെങ്കിൽ ചട്ടി. അപ്പോൾ കിട്ടുന്നത് ബോണസ് ആവുമല്ലോ, പോസിറ്റീവ് തന്നെ സംഭവിച്ചാൽ ബോണസ് ആയിരിക്കുമല്ലോ. ദെൻ 6 of Pentacles ആണ്. പണം ധാരാളമായിട്ട് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ പണം ഒരുപാട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലുള്ള സമ്പത്ത് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. പക്ഷേ എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ട് അത് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി അർഹതയുള്ളതാണ്. അവർക്ക് യോഗമില്ല, അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തത് കൊണ്ട് അവർക്ക് കിട്ടിയില്ല. അതിൻ്റെ എനർജി നമുക്ക് കൂടുതലായതുകൊണ്ട് അത് നമുക്ക് കിട്ടി. അവർക്ക് അർഹതയില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് അർഹതയുണ്ട്, പക്ഷേ എന്തോ ഭാഗ്യക്കേട് കൊണ്ട് അവർക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും അവകാശമുള്ള ഒരു പണമാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടിയിട്ടും കൂടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ബാലൻസിൽ നിൽക്കാൻ ശ്രമിക്കുക. നമ്മുടെ കാര്യങ്ങൾ ധാരാളിത്തം കാണിച്ച് നടക്കാതെ ഒരു ബാലൻസിൽ കൊണ്ടുവരിക. അർഹതപ്പെട്ട മറ്റുള്ള ആളുകൾക്കും കൂടി പണമായാലും പരിഗണനയായാലും സ്നേഹമാണെങ്കിലും കൊടുക്കണം എന്നാണ് പറയുന്നത്. അർഹതയില്ലാത്ത ആളുകളിലേക്കല്ല പോകേണ്ടത്, അർഹതയുള്ള ആളുകളിലേക്ക് തന്നെ അത് പോകണം എന്നുള്ളതാണ് ഈ പറഞ്ഞ
സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നുണ്ട്. അപ്പോൾ പണം ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ സഹായം, ജനറസ് ആയിരിക്കുക, ദയാലുവായിരിക്കുക, കൈൻഡ് ആയിരിക്കുക, മറ്റുള്ളവർക്കും കൂടെ അത് വീതം വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ഇന്നത്തെ ദിവസമേ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളിപ്പോൾ ഒരാളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ആ ആൾ ജെനുവിൻ ആണോ, ആ ആൾ വെർത്തി ഇനഫ് ടു എൻജോയ് ദാറ്റ് ടൈം, നിങ്ങൾ കൊടുക്കുന്ന ആ പണം അല്ലെങ്കിൽ ആ ഒരു സമയം അത് എൻജോയ് ചെയ്യാനും മാത്രം അവർ മൂല്യമുള്ള ആളാണോ, അവരതിന് അർഹരാണോ എന്നുള്ളത് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇന്നേ ദിവസം ആർക്കും എന്ത് സാധനവും കൊടുക്കാവുള്ളൂ. അത് സമയമായാലും പണമായാലും പരിഗണനയായാലും എന്ത് തന്നെയായാലും ഇന്നേ ദിവസം നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ദെൻ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ഇത് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും, ജോലിയോട് വളരെ ആത്മാർത്ഥത കാണിക്കും, വണ്ടി ഓടിക്കുമ്പോൾ വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കും എന്നൊക്കെയാണ് ഈ നൈറ്റ് ഓഫ് സോർഡ്സ് പറയുന്നത്. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റുകൾ, എടുത്തു ചാടുക, മുൻകോപം കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എടുത്തുചാട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്ത കുറവായിരിക്കും, അതുകൊണ്ട് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വണ്ടി ഓടിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറച്ച് ചെയ്യുക. വളരെ വേഗത്തിലായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്, പെട്ടെന്ന് പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻ എടുക്കും, പക്ഷെ അതിലൊരു പാഷനില്ല. മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ പാഷനേറ്റ് ആയിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുൻകോപം പാടില്ല, പിന്നെ എടുത്തുചാട്ടം പാടില്ല. അപ്പോൾ വേഗതയിൽ വണ്ടി ഓടിക്കുക, പെട്ടെന്ന് ധൃതിക്ക് ദേഷ്യം വരുമ്പം വണ്ടി എടുത്തിട്ട് പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്ന് വേഗത കുറച്ച് പോകേണ്ടതാണ് കേട്ടോ. കിങ് ഓഫ് വാൺസ് ആണ്. ഇത് എന്നും ചെയ്യുന്നതല്ലാത്ത മറ്റെന്തോ ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയിൽ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നതാവാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റൊരു ജോലി നിങ്ങൾക്ക് വന്നു ചേരുന്നതാവാം. ഇപ്പോൾ നിങ്ങളൊരു ഡ്യൂട്ടി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡ്യൂട്ടിയും കൂടെ വന്നു ചേരുക. അപ്പോൾ ആ ഡ്യൂട്ടിയും കൂടെ ചെയ്യണമല്ലോ, അതിൻ്റെ വേറെ ബോർഡ്സ് തേടി പോവുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അതിനെക്കുറിച്ച് ആലോചിക്കുക, അതൊക്കെയാണ് കേട്ടോ. പിന്നെ നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ പാഷൻ മാത്രമല്ല, ഇന്ന് പുതിയൊരു പാഷനിലേക്കും കൂടെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കിങ് ഓഫ് വാൺസ് ആണ്. ഇന്ന് ഉറച്ചു നിൽക്കാത്ത ഒരു എനർജിയാണ്, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. മനസ്സിങ്ങനെ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല, ഇങ്ങനെ മങ്കി മൈൻഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന ഒരു എനർജി പോലെ തോന്നുന്നുണ്ട്. ഓക്കെ. ദെൻ 5 ഓഫ് കപ്സ് ആണ്. നഷ്ടപ്പെട്ടു പോയ എന്തോ കാര്യത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക. മേ ബി ഒരു ജോലി ആയിരിക്കാം, നഷ്ടപ്പെട്ടു പോയ ജോലി ഓർത്ത് ദുഃഖിച്ചിരിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പണം, അല്ലെങ്കിൽ ഇന്നലെ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ കയ്യിൽ വന്നിട്ട് പോയ പണമായിരിക്കാം, നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് നഷ്ടം, എന്തൊരു പ്രശ്നം ഓർത്തിട്ടാണോ നിങ്ങൾ ടാരോ റീഡിങ്സ് കാണുന്നത്, ആ പെയിനിൽ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ, ആ നഷ്ടത്തിൻ്റെ ദുഃഖത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്, ആ നഷ്ടബോധത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് 5 ഓഫ് കപ്സ് പറയുന്നത്. ഒരുതരം നിരാശയിലിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ യൂണിവേഴ്സായിട്ട് എടുത്ത് മാറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ സന്തോഷിക്കുക. ചില ആളുകൾ വന്ന് വളരെ പെയിൻഫുൾ ആക്കിയിട്ട് പോകുന്നത് അവർ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് ആ വ്യക്തികളോടാണ്. കാരണം അവർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടായത്. അല്ലാതെ അവരെല്ലാ കാലവും സ്നേഹിച്ച് പുന്നാരിച്ചിരുന്നെങ്കിൽ ഒരു ഗ്രോത്തും ഉണ്ടാവത്തില്ല. എവിടെ കിടന്നോ അവിടെ തന്നെ കിടന്നേനെ. ഇതിപ്പോൾ നിങ്ങൾ കുറേ മുന്നോട്ട് പോയി, ലൈഫിൽ കുറേ മുന്നോട്ട് പോയി, കുറേ പാഠങ്ങൾ പഠിച്ചു, നിങ്ങളുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് പോകാൻ പറ്റി, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് വേറൊരു ജോലിയിൽ പോകാൻ പറ്റി, ഒരു റിലേഷൻഷിപ്പ് എൻ്റെപ്പായി നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകളുടെ ബന്ധം മനസ്സിലായി, ബന്ധത്തിൻ്റെ ശക്തി മനസ്സിലായി, റിലേഷൻഷിപ്പുകളുടെ പ്രാധാന്യം മനസ്സിലായി, ആളുകളെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലായി, അങ്ങനെ ഒരു പാഠം പഠിച്ചു, പുതിയ നല്ല ബന്ധങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റി, നിങ്ങളുടെ എനർജി ഉയർത്താൻ പറ്റി അല്ലേ, നിങ്ങൾ സ്പിരിച്വലി ഗ്രോൺ ആയില്ലേ, അപ്പോൾ നിങ്ങളുടെ എനർജി ഹൈ വൈബ്രേഷൻ ആയില്ലേ. ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കണ്ട ഉപ്പ് ആളുകളൊന്നും വരില്ല. ഇനി നിങ്ങൾക്ക് ഹൈ എനർജിയുള്ള നിങ്ങളുടെ എനർജിയിലുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതൊരു മെറിറ്റല്ലേ. അപ്പോൾ അങ്ങനെ കുറേ നഷ്ടം ഉണ്ടാകുമ്പോഴാണ് അതിനേക്കാൾ മികച്ച നേട്ടങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വേദന അനുഭവിച്ചതെന്ന് മാത്രം മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് വാൺസ് ആണ്. കണ്ടോ, സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിരിക്കുന്നോ, എന്ത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരുന്നതാണ്. ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതാണ്. ഹോം കമ്മിങ് ആണ്. അപ്പോൾ ആരൊക്കെയോ വിദേശത്തുള്ളവർ നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് 2-3 കാർഡുകൾ അങ്ങനെ കണ്ടു. വിദേശത്തുള്ളവർ നാട്ടിലേക്ക് വരിക, നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാനുള്ളവർ അതിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന കാണുന്നുണ്ട്. വിദേശത്ത് നിന്ന് കുറേ പേര് എന്തായാലും നാട്ടിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. 4 ഓഫ് വാൺസ് ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ വിദേശത്ത് നിന്ന് തന്നെയാണോന്നില്ല, ജോലി സ്ഥലത്തു നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്.
പിന്നെ ഇത് ഒരു ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കുക, സെലിബ്രേഷൻസിലോ ഫങ്ഷൻസിലോ, മോസ്റ്റ്ലി കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണമോ കല്യാണ നിശ്ചയമോ തീരുമാനിക്കുന്നതാവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ സംഭവിക്കുന്നതാവാം, നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വിട്ട് കളഞ്ഞിട്ടുള്ള കാര്യം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാകാൻ സാധ്യതയുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. സ്റ്റാർ കാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത്. പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ഹീലിംഗ് കിട്ടുന്ന ദിവസമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ആൾ, നിങ്ങളുടെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് തോന്നുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരം ഇറക്കി വെക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഫെർട്ടൈൽ ആവുന്നു കാണുന്നുണ്ട്. നിങ്ങൾക്ക് വീണ്ടും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക, സമാധാനപരമായിട്ടിരിക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ നിന്ന് ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിക്കേണ്ട, വരാൻ പോകുന്നതിനോർത്ത് വ്യാകുലപ്പെടേണ്ട, ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വളരെ സമ്പന്നതയുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം, എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുക. ബാക്കിയെല്ലാം ഞാൻ അറിയാതെ എന്നിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, പിന്നെ കിട്ടിയ എല്ലാ സന്തോഷങ്ങൾക്കും, കിട്ടിയ എല്ലാ അനുഭവങ്ങൾക്കും, കിട്ടിയ എല്ലാ നല്ലതിനും ചീത്തയ്ക്കുമെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. കാരണം ആ ചീത്തയും കൂടെ കിട്ടിയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. വന്നതെല്ലാം എനിക്ക് നല്ലതിനായിരുന്നു എന്ന് വിശ്വസിക്കുക, അത് മനസ്സിലാക്കുക, അതിനെ അക്നോളജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഇതൊരു വലിയ സൈക്കിൾ ഓഫ് ലൈഫ് നിങ്ങളുടെ എൻ്റെ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. നല്ലൊരു ദിവസമാണ്. ഒരു ടവർ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ടവറും ഒരു നൈറ്റോസോഡും ഉണ്ട്. അത്